ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് നമുക്ക് കഴിക്കാൻ പറ്റും. എല്ലാവരുടെയും സംശയമാണ്. സ്റ്റീവിയ, മങ്ക് ഫ്രൂട്ട്, അതുപോലെ ഷുഗർ ഫ്രീ. അപ്പോൾ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെ പറയുന്നത് നോൺ ന്യൂട്രിറ്റീവ് ഷുഗേഴ്സ് എന്നാണ്. ന്യൂട്രിറ്റീവ് വാല്യൂസ് ഇല്ലാതെ മധുരം തോന്നിപ്പിക്കുന്ന സബ്സ്റ്റൻസസ്. ഇത് തന്നെ രണ്ട് തരത്തിലുണ്ട്, നാച്ചുറൽ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഉണ്ട്. ഈ സ്റ്റീവിയ എന്ന് പറയുന്നത് ഒരു ലീഫിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. മങ്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു ചൈനീസ് ഫ്രൂട്ടിൽ നിന്ന് വരുന്ന എക്സ്ട്രാക്ട് ആണ്. ഇങ്ങനത്തെ നാച്ചുറൽ സോഴ്സസ് ആണ് കൂടുതൽ പ്രിഫേർഡ്. ഷുഗർ ഫ്രീ എന്നൊക്കെ പറയുന്ന ടാബ്ലറ്റ്സ് ഉണ്ട്, അതെന്ന് പറയുന്നത് സുക്രലോസ് ആണ്. ഈ ഷുഗേഴ്സിനെ കുറിച്ചുള്ള റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ അളവിൽ ചായയിലോ കാപ്പിയിലോ ഒക്കെ നമുക്ക് അത്രയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റുന്നില്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിന് ഇത് യൂസ് ചെയ്യാവുന്ന തന്നെയാണ് റെക്കമെൻഡേഷൻ. പക്ഷേ മൈസൂർ ക്ലിനിക് ഇതിനെ ചിന്തിച്ച് നോക്കുന്ന വേറൊരു രീതിയിലാണ്. നമുക്ക് ഇതിന്റെ ലോങ് ടേം യൂസിന്റെ പ്രശ്നങ്ങളൊന്നും അറിയത്തില്ല, സ്റ്റഡീസ് ഒക്കെ വരുന്നതേ ഉള്ളൂ. ഉപയോഗിക്കുവാണെങ്കിൽ നാച്ചുറൽ സോഴ്സ് ആയിട്ടുള്ള സ്റ്റീവിയോ മങ്ക് ഫ്രൂട്ടോ നമുക്ക് ഉപയോഗിക്കാം, ചെറിയ അളവിൽ ചായയിലോ കാപ്പിയിലോ ഒക്കെ. പക്ഷേ ഈ ഷുഗർ ഫ്രീ എന്ന് പറയുന്ന ലേബലിൽ വരുന്ന പെപ്സി, കൊക്കക്കോള, അങ്ങനെ കുറെ ജങ്ക് ഫുഡ്സിനകത്ത് ഈ സാധനം ആഡ് ചെയ്തിട്ടുണ്ട് മാത്രം അത് ഹെൽത്തി ആവത്തില്ല. അത് പാടെ ഒഴിവാക്കാൻ തന്നെയാണ് മൊത്തത്തിലുള്ള റെക്കമെൻഡേഷൻ. പിന്നെ മൈസൂർ ക്ലിനിക്കിന്റെ അഭിപ്രായം എന്താന്ന് പറഞ്ഞാല് ചായയിൽ മാത്രം പഞ്ചസാര ഇടാതെ നിങ്ങൾ കുടിച്ചിട്ട് നിങ്ങൾക്ക് വലിയ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. നിങ്ങൾ കഴിക്കുന്ന വേവിച്ച് വെച്ച പഞ്ചസാര ആയിട്ടുള്ള ധാന്യങ്ങളുടെ അളവ് കുറയ്ക്കുമ്പോഴാണ് സത്യത്തില് ഒരു ഡയബറ്റിക് പേഷ്യന്റിന്റെ ഡയറ്റ് ആണെങ്കിലും ഒരു വെയിറ്റ് കുറയ്ക്കാനുള്ള ഡയറ്റ് ആണെങ്കിലും നമ്മുടെ ഡയറ്റ് എന്താവുന്നത് ഹെൽത്തി ആവുന്നത്. അപ്പൊ മൊത്തത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് അഥവാ സിമ്പിൾ ഷുഗേഴ്സും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്. സിമ്പിൾ ഷുഗേഴ്സ് ആണ് നമ്മുടെ ടേബിൾ ഷുഗർ, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് സ്റ്റാർച്ച്, അതാണ് ധാന്യങ്ങളിലുള്ളത്. ഇതിന്റെ രണ്ടിന്റെയും ഉപയോഗം കുറയ്ക്കണം. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള സ്റ്റാർച്ചിന്റെ ഉപയോഗം കുറയ്ക്കാതെ പഞ്ചസാര മാത്രം ഇടാതെ ചായ കുടിച്ചിട്ട് ഒരു ബെനിഫിറ്റ്സും ഉണ്ടാവുന്നില്ല. പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് ഇത്രയും കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് നിങ്ങൾ ഈ കോംപ്ലക്സ് ഷുഗേഴ്സ് കൺട്രോൾ ചെയ്യാതെ സ്റ്റാർച്ചിനെ കുറയ്ക്കാതെ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ പൈസ നഷ്ടമല്ലാതെ വേറൊരു ബെനിഫിറ്റ്സും ഉണ്ടാകുന്നില്ല. ചെറിയ അളവിൽ ഉപയോഗിക്കാം, ലോങ് ടേം ആയിട്ട് യൂസ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. സൈഡ് എഫക്ട്സ് പ്രൊഫൈൽസ് ഒക്കെ നമ്മൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ.